ഹായ് ഗായ്സ്, ഹായ്, ഹലോ, വാട്ട് എവർ ഇറ്റ് ഈസ്. അങ്ങനെ ഞാൻ വാഴ 2 കണ്ട്. നല്ല സെറ്റ് പടം. എനിക്കിഷ്ടമായി. എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടമായ പടം. എനിക്ക് വണ്ണിനേക്കാളും കുറച്ചുകൂടെ 2 തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. കമ്മിങ് ടു സിനിമ, നമ്മുടെ ഹാഷിർ ആൻഡ് ടീം പക്ക തൂക്കിയിട്ടുണ്ട് സിനിമ മൊത്തം. എന്തായാലും അവരുടെ കെമിസ്ട്രി, അവർ ഓഫ്ലൈനിൽ തന്നെ നല്ല കെമിസ്ട്രിയാണ്. പിന്നെ സിനിമ കാണുമ്പോൾ പറയാനില്ല, അപ്രോച്ച് കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു, ബട്ട് സ്റ്റിൽ നന്നായിട്ട് വർക്കായിട്ടുണ്ട്. എസ്പെഷ്യലി അവരുടെ ഫാമിലീസ്, എൻ്റെ പൊന്നോ, പക്ക ഒറിജിനൽ ഫാമിലി ആയിട്ട് തോന്നും. പ്രത്യേകിച്ച് വിനായകനും ബിജുകുട്ടനും, അവൻ്റെ അച്ഛനും മോനും കോമ്പിനേഷൻ ശരിക്കും അച്ഛനും മോനും അല്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പാടാം. അമ്മാതിരി കോമ്പിനേഷൻ ആയിരുന്നു അവർ രണ്ടുപേരും തമ്മിൽ. പിന്നെ അല്ലന്, വിനായകൻ, അജീന്, ഹാഷിർ എല്ലാവരും സെറ്റായിരുന്നു. പിന്നെ നമ്മുടെ അമീനലിൻ്റെ ടീം ഉണ്ടായിരുന്നു. അവർ അത്യാവശ്യം ഒരു വില്ലനിസം ടച്ചാണ് അവരും സാബിറും. പക്ഷെ അതും നല്ല രസമുണ്ടായിരുന്നു. അമീനലിൻ്റെ ടീമൊക്കെ പക്ക ഒരു മാസ് സെറ്റപ്പ്, അത് കൊള്ളായിരുന്നു. കമ്മിങ് ടു സിനിമ എങ്ങനെയാണെന്ന് വെച്ചാൽ, സിനിമ ഫസ്റ്റ് ഹാഫ് നല്ല ഫണ്ണ്, മാസ്, സ്കൂൾ, കോളേജ് ആ രീതിയിൽ പോകുന്ന ഒരു സിനിമ. സെക്കൻഡ് ഹാഫ് എത്തിയപ്പോൾ ഒരു റിയാലിറ്റി ചെക്കൊക്കെ തന്ന് പക്ക സെൻറ്റിമെൻറ്റിലാക്കി കരയിപ്പിച്ച്. എൻ്റെ അടുത്തിരിക്കുന്നതൊക്കെ നന്നായിട്ട് കരയുന്നുണ്ടായിരുന്നു. എനിക്കും കണ്ണീന്നൊക്കെ വെള്ളം വന്ന അവസാനമായപ്പം സത്യം പറയാലേ കരയിച്ച്. അമ്മാതിരി എമോഷനായിരുന്നു. പിന്നെ ഇവരുടെ ചേട്ടനും അനിയനും അനിയത്തിയൊക്കെ ആയിട്ട് വരുന്നവരും നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരുടെയും നല്ല അഭിനയമായിരുന്നു. പിന്നെ കമ്മിങ് ടു മ്യൂസിക്, എനിക്ക് കുഴപ്പമില്ല, ഒരു ഗുഡ് മ്യൂസിക് ആയിട്ടാണ് തോന്നിയത്. ഒരു ഒന്നോ രണ്ടോ സോങ്സ് ആണ് അത്ര മെമ്മറബിൾ ആയിട്ടുള്ളൂ. ബാക്കിയെല്ലാം കേട്ട് മറക്കാവുന്ന രീതിയായിട്ട് തന്നെ എനിക്ക് തോന്നിയത്. പിന്നെ അൽഫോൻസ് പുത്രൻ്റെ ക്യാമിയോ സെറ്റായിരുന്നു. പിന്നെ ആ പ്രേമത്തിൻ്റെ റെഫറൻസും, പിന്നെ പുള്ളി പറയുന്ന കാര്യം അത്യാവശ്യം ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്. അതൊക്കെ വർക്കായിട്ടുണ്ട് എന്നോട് ചോദിക്കുവാണെങ്കിൽ. പിന്നെ സിനിമ ഓവറോൾ ഒരു പക്ക ഫാമിലി പാക്കേജ് പടമാണ്. ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് പോയിരുന്നാലും എൻജോയ് ചെയ്യാൻ പറ്റിയ പടം തന്നെയാണ്. പക്ക വർത്താണ്. തിയേറ്റർ എക്സ്പീരിയൻസ് എന്തായാലും ഉണ്ട്. പിന്നെ ഇവരുടെ ഇനിയും കണ്ടിന്യൂഷൻ കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ലൈക്ക് ഇവരെന്തായി തീരും, എങ്ങോട്ട് പോകും, ഇവരാരെയൊക്കെ സ്നേഹിക്കും, അങ്ങനെയൊക്കെ അറിയണമെന്നുണ്ട്. പിന്നെ മീനലിൻ്റെ സ്റ്റോറിയും അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അവരുടെ ടീമിൻ്റെ. പിന്നെ നമ്മുടെ വാഴ വണ്ണിലെ ആൾക്കാരൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അവരുടെ ക്യാമിയോസ് ഒക്കെ കാണുമ്പോൾ ഒരു രസമുണ്ട് സിനിമയിൽ കണ്ടിരിക്കാൻ. സോ ടോട്ടലി സിനിമ ഒരു വർത്ത് സിനിമ തന്നെയാണ്. തിയേറ്ററിൽ പോയി കാണുക, കണ്ടിട്ട് ഒപ്പീനിയൻസ് പറയാം.